പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. കൃത്യം നടക്കുന്നതിന് മുമ്പ് പൾസർ സുനി പെൺസുഹൃത്തിനോട് ചില വിവരങ്ങൾ കൈമാറിയിരുന്നു. ഇക്കാര്യം പെൺസുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് പറയുന്നതിന്റെ ഫോൺ രേഖ പീപ്പിൾ TV ഇതാ പുറത്തുവിടുന്നു. ഹലോ ഹലോ ചേച്ചി. ഹലോ ചേച്ചി. ടിവിയിലൊക്കെ ന്യൂസ് കണ്ടോ ചേച്ചി? ഞാനത് കണ്ടു. ഞാൻ അതിന്റെ പിന്നാലെ എന്താ ഏതാന്നുള്ളത് അന്വേഷിക്കാൻ പോയിട്ടില്ല. ന്യൂസ് ഒക്കെ ഭയങ്കര വേറെ രീതിയിലാണല്ലോ പറയുന്നത്. ആണ് സംഭവം ഞാനും കണ്ടു. ഞാനും ഈ സാധനം ഞാനും ഇങ്ങനെ കണ്ടുള്ളൂ. എനിക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. കോണ്ടാക്ട് ഇല്ലാന്നുള്ള ഞാൻ മനഃപൂർവ്വം ചെയ്യാത്തതാണ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ നാശക്കേസാണ്, അല്ലാണ്ട് സാധാ ഒരു ലെവലല്ല. മനസ്സിലായോ? നമ്മളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഇതിൽ ജീവിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഇത് നമ്മളിതിന്റെ പിന്നാലെ നോക്കിക്കഴിഞ്ഞാൽ നാശക്കേസ്. ഇന്നലെ എന്നെയും കൂടി വിളിച്ചു, ആലുവയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പറഞ്ഞിട്ടുമില്ല. എന്റെ അടുത്ത് ഒരു നല്ല കാര്യത്തിനാ പോണേ, എന്റെ അടുത്ത് ചോദിക്കരുത് ഏതാ എന്താന്നൊന്നും ചോദിക്കരുത് അങ്ങനെയാ പറഞ്ഞ എന്റെ അടുത്ത് ലാസ്റ്റ്. ഞാൻ വിളിക്കില്ല അങ്ങനെ. കാരണം ഇതെന്തായാലും വിളിക്കരുത് കേട്ടോ. വിളിക്കാൻ ശ്രമിക്കുക, നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ശ്രമിക്കുക, ഒന്നും ചെയ്തേക്കരുത്. ഇതൊക്കെ അറിയില്ലാണ്ട് പുലിവാലകളിൽ ചെന്ന് ചാടരുത്. അവിടെ അല്ല, ഇപ്പൊ അതിനൊന്നും ശ്രമിക്കണ്ട. ശ്രമിച്ചാൽ എല്ലാവരും കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒന്നും വേണ്ട, സൈലന്റ് ആയിട്ടിരിക്കുക. ഞാനും എല്ലാ രീതിയിലും ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്നൊന്നും മുരിപ്പ് പോരാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ മുഖ്യമന്ത്രി വരെ ഇടപെട്ടിട്ടുള്ള കേസാണ്. അയ്യോ, ഇനിയിപ്പോ എങ്ങനെ കോണ്ടാക്ട് ചെയ്യൂ? അറിയില്ല. നീ അതിനെന്തായാലും ശ്രമിക്കണ്ട. ഇപ്പൊ തൽക്കാലം നീ അവിടെ അടങ്ങി നിൽക്കും. ഒന്നാമത് നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നമുണ്ടേ. ആവശ്യമില്ലാത്തതിനൊന്നും നിൽക്കണ്ട. ഇനി നിനക്ക് അടുത്ത വല്ല സാധനം വീട്ടുകാർ തരാൻ നിൽക്കണ്ട. അപ്പൊ നിന്റെ കാര്യങ്ങൾ നോക്കി നീ എന്താ പറയാ, നിന്റെ ഇതുമായിട്ട് നിനക്ക് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല, നീ ഇതുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ വളരെ വളരെ എന്താ പറയാ കൊയറ്റായിട്ട് അവിടെ നിൽക്കുക. മനസ്സിലായി? ഫുള്ളായിട്ട് വിട്ടു എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുക. കാരണം ഇത് പെട്ടെന്നൊന്നും ഊരി പോരാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നിനക്ക് സമയം എന്തായാലും വേണ്ടി വരും. ഞാനിപ്പോ ഞാൻ പോലും അതുകൊണ്ട് ഒരു വിധത്തിൽ കുഴപ്പം. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയണത്, ഒരു വിധത്തിൽ നീ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. എന്ത് വന്നാലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പൊ അതുകൊണ്ട് എന്താണെന്നുള്ളത് ഇപ്പൊ തൽക്കാലം അത് എന്താ ഏതാണെന്നൊന്നും അന്വേഷിക്കാൻ ഒന്നും നിൽക്കണ്ട. ഈ കുഴപ്പമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക, അത്രയും ചെയ്യാം കേട്ടാ. അതായത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കൃത്യം ചെയ്യുന്നതിന് മുമ്പ് പൾസർ സുനി പെൺസുഹൃത്തിനോട് പറഞ്ഞ കാര്യങ്ങൾ ആ സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് പറയുകയാണ്. അതിനുശേഷം ഇതേ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. ഒരു നല്ല കാര്യത്തിനാണ് പോകുന്നതെന്ന് പൾസർ സുനി പറഞ്ഞു. ഒരു വിധത്തിലും കോണ്ടാക്ട് ചെയ്യരുത്, കോണ്ടാക്ട് ചെയ്താൽ നാം ഒക്കെ കുടുങ്ങുമെന്ന് സുഹൃത്തിന്റെ സുഹൃത്ത് ഉപദേശിക്കുന്നു. ഈ കാര്യങ്ങളാണ് നാം കേട്ടത്. അതിന്റെ രണ്ടാമത്തെ ശകലങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. ഹലോ ചേച്ചി. ഹലോ ചേച്ചി. ടിവിയിലൊക്കെ ന്യൂസ് കണ്ടോ ചേച്ചി? ഞാനത് കണ്ടു. ഞാൻ അതിന്റെ പിന്നാലെ എന്താ ഏതാന്നുള്ളത് അന്വേഷിക്കാൻ പോയിട്ടില്ല. ന്യൂസ് ഒക്കെ ഭയങ്കര വേറെ രീതിയിലാണല്ലോ പറയുന്നത്. ആണ് സംഭവം ഞാനും കണ്ടു. ഞാനും ഈ സാധനം ഞാനും ഇങ്ങനെ കണ്ടുള്ളൂ. എനിക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. കോണ്ടാക്ട് ഇല്ലാന്നുള്ള ഞാൻ മനഃപൂർവ്വം ചെയ്യാത്തതാണ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ നാശക്കേസാണ്, അല്ലാണ്ട് സാധാ ഒരു ലെവലല്ല. മനസ്സിലായോ? നമ്മളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഇതിൽ ജീവിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഇത് നമ്മളിതിന്റെ പിന്നാലെ നോക്കിക്കഴിഞ്ഞാൽ നാശക്കേസ്. ഇന്നലെ എന്നെയും കൂടി വിളിച്ചു, ആലുവയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പറഞ്ഞിട്ടുമില്ല. എന്റെ അടുത്ത് ഒരു നല്ല കാര്യത്തിനാ പോണേ, എന്റെ അടുത്ത് ചോദിക്കരുത് ഏതാ എന്താന്നൊന്നും ചോദിക്കരുത് അങ്ങനെയാ പറഞ്ഞ എന്റെ അടുത്ത് ലാസ്റ്റ്. ഞാൻ വിളിക്കില്ല അങ്ങനെ. കാരണം ഇതെന്തായാലും വിളിക്കരുത് കേട്ടോ. വിളിക്കാൻ ശ്രമിക്കുക, നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ശ്രമിക്കുക, ഒന്നും ചെയ്തേക്കരുത്. ഇതൊക്കെ അറിയില്ലാണ്ട് പുലിവാലകളിൽ ചെന്ന് ചാടരുത്. അവിടെ അല്ല, ഇപ്പൊ അതിനൊന്നും ശ്രമിക്കണ്ട. ശ്രമിച്ചാൽ എല്ലാവരും കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒന്നും വേണ്ട, സൈലന്റ് ആയിട്ടിരിക്കുക. ഞാനും എല്ലാ രീതിയിലും ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്നൊന്നും മുരിപ്പ് പോരാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ മുഖ്യമന്ത്രി വരെ ഇടപെട്ടിട്ടുള്ള കേസാണ്. അയ്യോ, ഇനിയിപ്പോ എങ്ങനെ കോണ്ടാക്ട് ചെയ്യൂ? അറിയില്ല. നീ അതിനെന്തായാലും ശ്രമിക്കണ്ട. ഇപ്പൊ തൽക്കാലം നീ അവിടെ അടങ്ങി നിൽക്കും. ഒന്നാമത് നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നമുണ്ടേ. ആവശ്യമില്ലാത്തതിനൊന്നും നിൽക്കണ്ട. ഇനി നിനക്ക് അടുത്ത വല്ല സാധനം വീട്ടുകാർ തരാൻ നിൽക്കണ്ട.
അപ്പൊ നിന്റെ കാര്യങ്ങൾ നോക്കി നീ എന്താ പറയാ നിന്റെ ഇതുമായിട്ട് നിനക്ക് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല, നീ ഇതുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ വളരെ വളരെ എന്താ പറയാ ക്വയറ്റായിട്ട് അവിടെ നിൽക്കുക. മനസ്സിലായി? ഫുള്ളായിട്ട് വിട്ടു എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുക. കാരണം ഇത് പെട്ടെന്നൊന്നും ഊരി പോരാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നിനക്ക് സമയം എന്തായാലും വേണ്ടി വരും. ഞാനിപ്പോ ഞാൻ പോലും അതുകൊണ്ട് ഒരു വിധത്തിൽ കുഴപ്പം, അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞത് ഒരു വിധത്തിൽ നീ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്, എന്ത് വന്നാലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പൊ അതുകൊണ്ട് എന്താണെന്നുള്ളത് ഇപ്പൊ തൽക്കാലം അത് എന്താ ഏതാണെന്നുള്ള ഒന്നും അന്വേഷിക്കാനോ ഒന്നും നിൽക്കണ്ട. ഈ കുഴപ്പമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക, അത്രയും ചെയ്യാം കേട്ടാ. അതായത് കൊച്ചിയിലെ നടിയെ കാറിനുള്ളിൽ വെച്ച് പീഡിപ്പിക്കുന്നതിന്റെ, അപകടപ്പെടുത്തുന്നതിന്റെ, ആക്രമിക്കുന്നതിന്റെ തൊട്ടു മുമ്പായി പൾസർ സുനി പെൺസുഹൃത്തിനോട് പറഞ്ഞ കാര്യങ്ങൾ ആ പെൺസുഹൃത്ത് പിന്നീട് മറ്റൊരു സുഹൃത്തിനോട് പറയുന്നതിന്റെ ശബ്ദരേഖയാണ് നാം കേട്ടത്. ഇതിന്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം രാജീവ് ചേരും. ഒരിക്കൽ കൂടി ആ ശബ്ദശകലങ്ങൾ നമുക്ക് കേൾക്കാം. ഹലോ ചേച്ചി. ഹലോ ചേച്ചി, ടിവിയിലൊക്കെ ന്യൂസ് കണ്ടോ ചേച്ചി? ഞാനത് കണ്ടു. ഞാൻ അതിന്റെ പിന്നാലെ എന്താ ഏതാന്നുള്ളത് അന്വേഷിക്കാൻ പോയിട്ടില്ല. ന്യൂസൊക്കെ ഭയങ്കര വേറെ രീതിയിലാണല്ലോ പറയുന്നത്. ആണ് സംഭവം. ഞാനും കണ്ടു. ഞാനും ഈ സാധനം ഞാനും ഇങ്ങനെ കണ്ടുള്ളൂ. എനിക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. കോണ്ടാക്ട് ഇല്ലാന്നുള്ള ഞാൻ മനഃപൂർവ്വം ചെയ്യാത്തതാണ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ നാശക്കേസാണ്, അല്ലാതെ സാധാ ഒരു ലെവലല്ല. മനസ്സിലായോ? നമ്മളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇതിൽ ജീവിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഇത് നമ്മളിതിന്റെ പിന്നാലെ നോക്കിക്കഴിഞ്ഞാൽ നാട്ടൊക്കെ. ഇന്നലെ എന്നെയും കൂടി വിളിച്ചു, ആലുവയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പറഞ്ഞിട്ടും ഇല്ല എന്റെ അടുത്ത്. ഒരു നല്ല കാര്യത്തിനാ പോണേ, എന്റെ അടുത്ത് ചോദിക്കരുത് ഏതാ എന്താന്നൊന്നും ചോദിക്കരുത്, അങ്ങനെയാ പറഞ്ഞ എന്റെ അടുത്ത് ലാസ്റ്റ്. ഞാൻ വിളിക്കില്ല അങ്ങനെ. കാരണം ഇതെന്തായാലും വിളിക്കരുത് കേട്ടോ. വിളിക്കാൻ ശ്രമിക്കുക, നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക, ഒന്നും ചെയ്തേക്കരുത്. ഇതൊക്കെ അറിയില്ലാണ്ട് പുലിമലകളിൽ ചെന്ന് ചാടരുത്. അവിടെ അല്ല, ഇപ്പൊ അതിനൊന്നും ശ്രമിക്കണ്ട. അത് ശ്രമിച്ചാൽ എല്ലാവരും കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒന്നും തന്നെ സൈലന്റ് ആയിട്ടിരിക്കുക. ഞാനും എല്ലാ രീതിയിലും ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്നൊന്നും ഉരുപ്പ് പോരാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി വരെ ഇടപെട്ടിട്ടുള്ള കേസാണ്. ഇനിയിപ്പോ എങ്ങനെ കോണ്ടാക്ട് ചെയ്യോ? അറിയില്ല. നീ അതിനെന്തായാലും ശ്രമിക്കണ്ട. ഇപ്പൊ തൽക്കാലം നീ അവിടെ അടങ്ങി നിൽക്കും. ഒന്നാമത് നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നമുണ്ടേ. ആവശ്യമില്ലാത്തതിലൊന്നും നിൽക്കണ്ട. ഇനി നിനക്ക് അടുത്ത വല്ല സാധനം വീട്ടുകാർ തരാൻ നിൽക്കണ്ട. അപ്പൊ നിന്റെ കാര്യങ്ങൾ നോക്കി നീ എന്താ പറയാ നിന്റെ ഇതുമായിട്ട് നിനക്ക് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല, നീ ഇതുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ വളരെ വളരെ എന്താ പറയാ ക്വയറ്റായിട്ട് അവിടെ നിൽക്കുക. മനസ്സിലായി? ഫുള്ളായിട്ട് വിട്ടു എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുക. കാരണം ഇത് പെട്ടെന്നൊന്നും ഊരി പോരാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നിനക്ക് സമയം എന്തായാലും വേണ്ടി വരും. ഞാനിപ്പോ ഞാൻ പോലും അതുകൊണ്ട് ഒരു വിധത്തിൽ കുഴപ്പം, അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞത് ഒരു വിധത്തിൽ നീ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്, എന്ത് വന്നാലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പൊ അതുകൊണ്ട് എന്താണെന്നുള്ളത് ഇപ്പൊ തൽക്കാലം അത് എന്താ ഏതാണെന്നുള്ള ഒന്നും അന്വേഷിക്കാനോ ഒന്നും നിൽക്കണ്ട. ഈ കുഴപ്പമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക, അത്രയും ചെയ്യാം കേട്ടാ. ഇതിന്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം രാജീവ് ചേരുകയാണ്. ശ്രീ രാജീവ്, വലിയ വലിയ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്കെത്തുകയാണ്. എന്തൊക്കെയാണ് ഈ ശബ്ദശകലങ്ങളെ സംബന്ധിച്ച് വിശദാംശങ്ങളായി ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാനാകുന്നത്? അജിംഷാദ്, വളരെ നിർണായകമായ ചില വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പൾസർ സുനി നടിയെ ആക്രമിക്കുന്നതിന് ആ രാത്രിയിൽ തൊട്ടു മുമ്പായി തൻ്റെ ഏറ്റവും അടുത്തുള്ള പെൺസുഹൃത്തിനെ വിളിച്ചതിൻ്റെ ശബ്ദരേഖ, പെൺസുഹൃത്തിനെ വിളിക്കുകയും ഇങ്ങനെ നല്ലൊരു കാര്യത്തിനാണ് താൻ പോകുന്നത്, അതുകൊണ്ട് തന്നോടൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ആലുവയിൽ ഉണ്ടായിരുന്നു എന്ന് കൺഫേം ചെയ്യുന്ന വിവരങ്ങളാണ് ഈ ശബ്ദരേഖയിലൂടെ പുറത്തു വരുന്നത്. ഈ ശബ്ദരേഖ പൾസർ സുനിയുടെ അടുത്ത സുഹൃത്തും മറ്റൊരു സുഹൃത്തും തമ്മിലുള്ള സംഭാഷണമാണ്. ഈ സംഭാഷണത്തിൽ വളരെ കൃത്യമായി തന്നെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, പൾസർ സുനി തന്നെ വിളിക്കുകയും ഒരു കൃത്യത്തിന് പോകുകയാണെന്ന് പറയുകയും ചെയ്തു. നല്ല കാര്യം എന്നാണ് പൾസർ സുനി വിശേഷിപ്പിച്ചത് എന്നാണ് പറയുന്നത്. വളരെ അടുത്ത ബന്ധം ഇരുവരും തമ്മിലുണ്ടായി എന്നുള്ള സൂചനകൾ തരുന്ന ശബ്ദരേഖയാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്.
ഈ സ്ത്രീയും തൻ്റെ മറ്റൊരു സുഹൃത്തിനോട് ഇക്കാര്യങ്ങൾ പങ്കുവെക്കുന്നതും തനിക്ക് എങ്ങനെ ഇനി സുനിയുമായി ബന്ധപ്പെടാനാകുമെന്ന ആശങ്ക പങ്കുവെക്കുന്നതൊക്കെയാണ് ഇപ്പോൾ പുറത്തുവിട്ട പീപ്പിൾ TV പുറത്തുവിട്ട ശബ്ദരേഖയിൽ ഉള്ളത്. വളരെ കൃത്യമാണ് കാര്യങ്ങൾ. അതായത് പൾസർ സുനി തൻ്റെ ഉദ്യമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചിലരുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ രണ്ട് സ്ത്രീകളെയും പോലീസ് ചോദ്യം ചെയ്തു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പൾസർ സുനിയിലേക്ക് പോലീസ് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അജിംഷാദ്, അതായത് ഈ ഇപ്പോൾ നമുക്ക് പുറത്തെത്തിയ ശകലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് തന്നെ കൂടുതലായി പോയാൽ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഉണ്ടായേക്കാവുന്ന സംശയങ്ങൾ നിവാരണം ചെയ്യാൻ കൂടി, അതായത് ഒരു നല്ല കാര്യത്തിനാണ് പോകുന്നതെന്ന് കാമുകിയോട് അല്ലെങ്കിൽ പെൺകൂട്ടുകാരിയോട് പെൺസുഹൃത്തിനോട് കൂട്ടുകാരിയോട് പൾസർ സുനിൽ പറയുകയാണ്. എന്താണ് എന്ന് ഇപ്പോൾ പറയരുത്, ചോദിക്കരുത്, ഒരു നല്ല കാര്യത്തിനാണ് പോകുന്നത്. ഈ കാര്യം ഈ പെൺസുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് പിന്നീട് പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷെ വേറെ രീതിയിലാണല്ലോ കേൾക്കുന്നത്. പക്ഷെ നീ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യാനായി പോകരുത്, നമ്മളൊക്കെ കുടുങ്ങും. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഒരുപക്ഷെ പോലീസ് പൾസർ സുനിക്ക് അടുത്തെത്തി എന്നതുമായി ബന്ധപ്പെട്ടല്ലാതെ ഈ സംഭവത്തിന്റെ വിശദാംശങ്ങളെ എങ്ങനെയൊക്കെ ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാം? അജിംഷാദ്, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 17-ാം തീയതി രാത്രിയാകണം പൾസർ സുനി ഈ പെൺകുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ടാവുക. അതിനുശേഷം 18-ാം തീയതി വാർത്തകൾ വന്നതിന് ശേഷമുള്ള പ്രതികരണം എന്ന നിലയിലാണ് മറ്റൊരു സുഹൃത്തുമായി ഇക്കാര്യം പങ്കുവെക്കുന്നത്. ഈ മറ്റൊരു സുഹൃത്തിന് പൾസർ സുനിയെയും ഇപ്പോൾ വിളിച്ച പെൺകുട്ടിയെയും കൃത്യമായി അറിയാം എന്നതിൻ്റെ സൂചന കൂടി ഇതിലുണ്ട്. എന്തായാലും വലിയ ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഇടപെടരുത്, ഇടപെട്ടാൽ നാറ്റക്കേസാണ്, തങ്ങൾക്കെതിരെ കൂടി പോലീസ് നടപടി ഉണ്ടാകുമെന്ന സൂചനകളാണ് ഈ സുഹൃത്തിനെ പൾസർ സുനിയുടെ പെൺസുഹൃത്തിനെ ഉപദേശിക്കുന്നത്. എന്തായാലും നീ ഇനി കോണ്ടാക്ട് ചെയ്യരുത്, കോണ്ടാക്ട് ചെയ്താൽ അത് കൂടുതൽ പുലിവാലാകും, ഇപ്പോൾ തന്നെ പ്രശ്നത്തിലാണ് നീ എന്ന തരത്തിൽ ആണ് പറഞ്ഞു വെക്കുന്നത്. ഞാനും മിണ്ടാതിരിക്കുകയാണ്, ആരോടും അന്വേഷിക്കുന്നില്ല അല്ലെങ്കിൽ ഫോൺ വിളിക്കുന്നില്ല എന്ന തരത്തിലാണ് പറയുന്നത്. എങ്കിൽ പോലും കൃത്യമായ ചില സൂചനകൾ ഇവർ തമ്മിലുള്ള സംഭാഷണത്തിലുണ്ട്. അതായത് ഉദ്യമം നടത്താൻ പോകുന്നതിന് മുമ്പ് പൾസർ സുനി ചിലരുമായെങ്കിലും ഫോണിൽ സംസാരിച്ചിരുന്നു. അതിനുശേഷം പൾസർ സുനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പോലീസിന് കഴിയുന്ന ഒരു സോഴ്സ് അവിടെ ഉണ്ട് എന്നത് ബോധ്യമായിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഈ രണ്ട് സ്ത്രീകളെയും പോലീസ് ചോദ്യം ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അത് സ്ഥിരീകരിക്കാനായിട്ടില്ല. എങ്കിലും ഈ ഓഡിയോ പുറത്തു വന്ന സാഹചര്യത്തിൽ വളരെ കൃത്യമായി അറിയാം ഈ രണ്ടുപേരെയും നമുക്ക് തിരിച്ചറിയാനായിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ അത് മറ്റൊരു തരത്തിലേക്കുള്ള വ്യാഖ്യാനത്തിൽ വഴിവെക്കുമെന്നുള്ളത് കൊണ്ടും നമ്മളത് വെളിപ്പെടുത്തുന്നില്ല. ഈ രണ്ട് സ്ത്രീകളുടെ പേരും വെളിപ്പെടുത്തുന്നില്ല, അവരുടെ വ്യക്തിജീവിതം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ വെളിപ്പെടുത്തുന്നില്ല. എന്തായാലും പൾസർ സുനിയോട് വളരെ അടുത്തുള്ള രണ്ടു പേരിലേക്ക് പോലീസ് എത്തപ്പെട്ടിരിക്കുന്നു എന്ന് ഈ ശബ്ദരേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. ശ്രീ രാജീവ്, ഈ ഘട്ടത്തിൽ അവർ ഏത് മേഖലയുമായി പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയാനാകുമോ പ്രേക്ഷകരുടെ മുന്നിൽ? അജിംഷാദ്, പൾസർ സുനി സംസാരിച്ചു എന്ന് പറഞ്ഞ പെൺസുഹൃത്ത് ഒരു വീട്ടമ്മയാണ്, മറ്റേ സുഹൃത്ത് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ത്രീയാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇപ്പോൾ പറയാനാകൂ. എന്തായാലും പൾസർ സുനിയുമായി അടുത്ത ബന്ധമുള്ള ഈ സുഹൃത്തും അവരെ രണ്ടുപേരെയും കോമണായി അറിയുന്ന മറ്റൊരു സുഹൃത്തും തമ്മിലുള്ള സംഭാഷണമാണ് വന്നിരിക്കുന്നത്. നടിയെ ആക്രമിക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഇത്തരത്തിൽ ടെലിഫോൺ സംഭാഷണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ നിർണായകമാണ്. ഈ ടെലിഫോൺ രേഖകൾ പോലീസിന്റെ പക്കലും ഉണ്ടാകാം എന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും വളരെ നിർണായകമായ ഒരു ക്ലൂ ആണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിടുന്നത്. അജിംഷാദ്, തീർച്ചയായും വളരെ നിർണായകമായ വിവരങ്ങൾ, ഒരുപക്ഷെ കേസിന്റെ അന്വേഷണത്തെ ഒക്കെ സഹായിക്കാവുന്ന നിർണായകമായ കാര്യങ്ങൾ. പക്ഷേ ഈ സംഭാഷണത്തിൽ ശ്രീ രാജീവ് വളരെ ശ്രദ്ധിക്കേണ്ടത്, ഈ സംഭാഷണത്തിൽ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നു, അതിന്റെ പിന്നിലുള്ള കാൽക്കുലേഷനെ സംബന്ധിച്ച് പൾസർ സുനിൽ വ്യക്തമാക്കുന്നുണ്ട് പെൺസുഹൃത്തിനോട്. പക്ഷേ ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൈകളിലേക്ക് പടരാവുന്ന ഗൂഢാലോചനയുടെയോ സൂചനകൾ നൽകുന്നില്ല. ഈ കൃത്യം താൻ ചെയ്യാൻ പോകുന്നു, അത് നല്ലൊരു കാര്യമാണ്, ഒരുപക്ഷെ ക്യാഷ് ലഭിക്കും എന്നതിന്റെ അർത്ഥത്തിലാകാം നല്ല കാര്യമാണ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാനുമാകൂ ശ്രീ രാജീവ്. അജിംഷാദ്, ഒരുപക്ഷെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇവരുടെ ഒരു രണ്ടാമത്തെ, അതായത് പൾസർ സുനിയുടെ പെൺസുഹൃത്തിൻ്റെ സുഹൃത്ത് എന്ന് പറയുന്നത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണെന്ന സൂചനകൾ അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. വളരെ നിർണായകമായ ചില മൊഴികൾ, പൾസർ സുനിയുടെ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ മൊഴികൾ ഇവരിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ടാകാമെന്നാണ് നമുക്ക് കരുതേണ്ടത്. എന്തായാലും ഈ വളരെ നിർണായകമായ ഒരു ക്ലൂ പീപ്പിൾ TV പുറത്തുവിടുകയാണ്. ഒരുപക്ഷെ പോലീസിന് ഈ ശബ്ദരേഖ ലഭിച്ചിട്ടുണ്ടാകാം,
അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ലായിരിക്കാം. എങ്കിൽ പോലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം, കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ശബ്ദരേഖയാണിത്. കാരണം പൾസർ സുനിയുമായി അടുത്ത ബന്ധമുള്ള രണ്ടുപേരുടെ സംഭാഷണം നമ്മൾ പുറത്തുവിടുകയാണ് ജിംഷാദ്. അതായത് ഏറ്റവും കേരളത്തെ അടുത്തിടെയായി പിടിച്ചുകുലുക്കിയ കൊച്ചിയിലെ നടിയെ ആക്രമിച്ച സംഭവത്തിൽ മുഖ്യപ്രതിയായ ഇനി പിടികിട്ടാനുള്ള പൾസർ സുനി കേസ് സംഭവം നടക്കുന്നതിന് മുമ്പായി ഈ സംഭവത്തെ സംബന്ധിച്ച് പെൺസുഹൃത്തിനോട് കൈമാറിയ വിവരങ്ങൾ, ആ വിവരങ്ങൾ പെൺസുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് സംസാരിക്കുന്നതിന്റെ ടെലിഫോൺ സംഭാഷണമാണ്, ശബ്ദരേഖയാണ് പീപ്പിൾ TV ഇതാ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആ ശബ്ദശകലങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. ഹലോ ചേച്ചി. ഹലോ ചേച്ചി, ടിവിയിലൊക്കെ ന്യൂസ് കണ്ടോ ചേച്ചി? ഞാനത് കണ്ടു. ഞാൻ അതിന്റെ പിന്നാലെ എന്താ ഏതാന്നുള്ളത് അന്വേഷിക്കാൻ പോയിട്ടില്ല. ന്യൂസ് ഒക്കെ ഭയങ്കര വേറെ രീതിയിലാണല്ലോ പറയുന്നത്. ആണ് സംഭവം. ഞാനും കണ്ടു. ഞാനും ഈ സാധനം ഇങ്ങനെ കണ്ടുള്ളൂ. എനിക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. കോണ്ടാക്ട് ഇല്ലാന്നുള്ള ഞാൻ മനഃപൂർവ്വം ചെയ്യാത്തതാണ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ നാട്ടക്കേസാണ്, അല്ലാതെ സാധാ ഒരു ലെവലല്ല. മനസ്സിലായോ? നമ്മളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇതിൽ ജീവിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഇത് നമ്മളിതിന്റെ പിന്നാലെ നോക്കിക്കഴിഞ്ഞാൽ നാട്ടക്കേസ്. ഇന്നലെ എന്നെയും കൂടി വിളിച്ചു, ആലുവയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പറഞ്ഞിട്ടുമില്ല. എന്റെ അടുത്ത് ഒരു നല്ല കാര്യത്തിനാ പോണേ, എന്റെ അടുത്ത് ചോദിക്കരുത് എന്താന്നൊന്നും ചോദിക്കരുത്, അങ്ങനെയാ പറഞ്ഞ എന്റെ അടുത്ത് ലാസ്റ്റ്. ഞാൻ വിളിക്കില്ല അങ്ങനെ. കാരണം ഇതെന്തായാലും വിളിക്കരുത് കേട്ടോ. വിളിക്കാൻ ശ്രമിക്കുക, നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ശ്രമിക്കുക, ഒന്നും ചെയ്തേക്കരുത്. ഇതൊക്കെ അറിയില്ലാണ്ട് പുലിവാലകളിൽ ചെന്ന് ചാടാൻ അല്ല. ഇപ്പൊ അതിനൊന്നും ശ്രമിക്കണ്ട. ശ്രമിച്ചാൽ എല്ലാവരും കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒന്നും വേണ്ട, സൈലന്റ് ആയിട്ടിരിക്കുക. ഞാനും എല്ലാ രീതിയിലും ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്നൊന്നും മുരിപ്പ് പോരാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ മുഖ്യമന്ത്രി വരെ ഇടപെട്ടിട്ടുള്ള കേസാണ്. ഇനിയിപ്പോ എങ്ങനെ കോണ്ടാക്ട് ചെയ്യൂ? അറിയില്ല. നീ അതിനെന്തായാലും ശ്രമിക്കണ്ട. ഇപ്പൊ തൽക്കാലം നീ അവിടെ അടങ്ങി നിൽക്കും. ഒന്നാമത് നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നമുണ്ടേ. ആവശ്യമില്ലാത്തതിലൊന്നും നിൽക്കണ്ട. നീ നിനക്ക് അടുത്ത വല്ല സാധനം വീട്ടുകാർ തരാൻ നിൽക്കണ്ട. നിന്റെ കാര്യങ്ങൾ നോക്കി നീ എന്താ പറയാ, നിന്റെ ഇതുമായിട്ട് നിനക്ക് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല, നീ ഇതുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ വളരെ വളരെ എന്താ പറയാ കൊയച്ചായിട്ട് അവിടെ നിൽക്കുക. മനസ്സിലായി? ഫുള്ളായിട്ട് വിട്ടു എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുക. കാരണം ഇത് പെട്ടെന്നൊന്നും ഊരി പോരാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നിനക്ക് സമയം എന്തായാലും വേണ്ടി വരും. ഞാൻ പോലും അതുകൊണ്ട് ഒരു വിധത്തിൽ കുഴപ്പം. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നത്, ഒരു വിധത്തിൽ നീ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. എന്ത് വന്നാലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പൊ അതുകൊണ്ട് എന്താണെന്നുള്ളത് ഇപ്പൊ തൽക്കാലം അത് എന്താ ഏതാണെന്നൊന്നും അന്വേഷിക്കാൻ ഒന്നും നിൽക്കണ്ട. കുഴപ്പമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക, അത്രയും ചെയ്യാം കേട്ടോ. ഞാൻ വിളിക്കാം. തീർച്ചയായും പൾസർ സുനിയുടെ കാമുകി മറ്റൊരു സുഹൃത്തിനോട്, കാമുകിയുടെ സുഹൃത്തിനോട് സംസാരിക്കുന്നതിൻ്റെ ശബ്ദശകലങ്ങളാണ്. പൾസർ സുനി ഇതേ സംബന്ധിച്ച് മുമ്പ് തന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് പൾസർ സുനിയുടെ കാമുകിയുടെ സുഹൃത്തിനോട് പറയുകയാണ്. ഇതേ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ ശ്രീ രാജീവ്, അതായത് ഒരു നല്ല കാര്യത്തിന് പോകുന്നു, വളരെ ദുഃഖത്തോടു കൂടിയാണ് പൾസർ സുനിലിൻ്റെ ഈ സുഹൃത്ത് അവരുടെ സുഹൃത്തിനെ വിളിക്കുന്നത്. അല്ലെങ്കിൽ ആ ശബ്ദ സ്വഭാവം ഒരുപക്ഷെ ഒരു കാമുകിയുടേതാണ്, പ്രണയത്തിൻ്റെതാണ് എന്നൊക്കെ വരാം. അങ്ങനെയാകുമ്പോൾ ആഴത്തിൽ ഈ കാര്യങ്ങൾക്ക് ചില തുമ്പുകൾ പോലീസിന് ലഭിക്കാനും സഹായകമാകും. ഈ ശകലങ്ങൾ ഒരുപക്ഷെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ജിംഷാദ്, ഈ ശകലങ്ങൾ പോലീസിന്റെ പക്കലുണ്ടോ എന്ന് നമുക്ക് അറിയില്ല, നമുക്ക് അക്കാര്യത്തിൽ ഉറപ്പില്ല. എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ സംപ്രേഷണം ചെയ്ത ശകലങ്ങളിലൂടെ പോലീസിന് ഒരുപക്ഷെ പൾസർ സുനിയിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ എത്താനാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം പൾസർ സുനിയുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു പെൺസുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ വിളിക്കുന്ന ശബ്ദരേഖയാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിൽ കൃത്യമായി പറയുന്ന കാര്യം, ആ ദിവസം ആലുവയിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. 17-ാം തീയതി ആലുവയിൽ നിന്ന് പൾസർ സുനി വിളിച്ചിരിക്കുന്നു എന്നൊരു കാര്യം. 2, കൃത്യത്തെക്കുറിച്ച് സൂചനകൾ നൽകുന്നുണ്ട് എന്ന കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്ത്രീ സുഹൃത്ത് ഉപദേശിക്കുന്നത് ഇനി ബന്ധപ്പെട്ടിട്ട് മറ്റുള്ളവർ കൂടി പുലിവാലാക്കാൻ ആകേണ്ട കാര്യമില്ല, അതുകൊണ്ട് തന്നെ ഈ പൾസർ സുനിയുമായി ടെലിഫോൺ ബന്ധം പോലും ഇപ്പോൾ പാടില്ല എന്ന് ഉപദേശിക്കുന്ന കാര്യമാണ്. ഇത് കൃത്യമായി വ്യക്തമാക്കുന്നത് പൾസർ സുനിയുമായി അടുത്ത ബന്ധമുള്ള 2 പേരെ ഇപ്പോൾ പോലീസിന് ഐഡന്റിഫൈ ചെയ്യാവുന്ന സിറ്റുവേഷനിലായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ പോലീസ് ഇവരിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വരെ അല്ലെങ്കിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന് വരെ പറയാൻ കഴിഞ്ഞേക്കും. എന്തായാലും പൾസർ സുനിയിലേക്കുള്ള പോലീസിന്റെ ദൂരം കുറഞ്ഞു എന്നത് വളരെ കൃത്യമായി തന്നെ നമുക്ക് പറയാനാകും. അജിംഷാദ്, തീർച്ചയായും നിർണായകമായ വിവരങ്ങളാണ് പീപ്പിൾ TV ഇപ്പോൾ പുറത്തുവിടുന്നത്. കൊച്ചിയിൽ നടി ആക്രമണത്തിന് വിധേയമായ സംഭവത്തിൽ മുഖ്യപ്രതിയും ഇനി പിടികിട്ടാനുള്ള പ്രതിയുമായ പൾസർ സുനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പൾസർ സുനി കാമുകിയോട് ഈ സംഭവത്തെ സംബന്ധിച്ച് മുൻകൂട്ടി സൂചന നൽകുന്നു. അത്തരത്തിൽ സൂചനയെ സംബന്ധിച്ച് പൾസർ സുനിയുടെ കാമുകി തന്നെ കാമുകിയുടെ സുഹൃത്തിനോട് സംസാരിക്കുന്നതിന്റെ ശബ്ദശകലങ്ങളാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല കാര്യത്തിനാണ് പോകുന്നതെന്ന് പൾസർ സുനി പറയുന്നുണ്ട്. പൾസർ സുനിയുടെ കാൽക്കുലേഷനെ സംബന്ധിച്ചുള്ള സൂചനകൾ വളരെ വ്യക്തമായി തന്നെ ആ സംഭാഷണ ശകലങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാം. ഒരു നല്ല കാര്യത്തിനാണ് പോകുന്നത്, പക്ഷേ ഇപ്പോൾ വേറെ രീതിയിലാണല്ലോ കേൾക്കുന്നത് എന്നും ഈ കാമുകി, പൾസർ സുനിയുടെ കാമുകി മറ്റൊരു സുഹൃത്തിനോട് പറയുകയാണ്. ഈ രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ശ്രീ രാജീവ്, ഇവിടെ ഹലോ ചേച്ചി എന്ന് വിളിച്ചു തുടങ്ങുന്ന ഈ ശബ്ദ സംഭാഷണത്തിൽ ഒരുപക്ഷെ വളരെ ദുഃഖത്തോടു കൂടിയാണ് കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചത്. പൾസർ സുനിൽ ഇതേ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നു, പക്ഷേ ഇതിന്റെ സ്വഭാവം എന്ത് എന്ന് സൂചിപ്പിച്ചിരുന്നില്ല. ഒന്ന്. രണ്ട്, പൾസർ സുനിക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്ന ഏതെങ്കിലും ഗൂഢാലോചന ഈ സംഭവത്തിന് പിന്നിലുണ്ട് എന്നുമുള്ള സൂചന ഈ കാമുകിയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാനുമാകുന്നില്ല. പക്ഷേ സംഭവത്തെ സംബന്ധിച്ച് പൾസർ സുനി ഇത് നടക്കുന്നതിന് മുമ്പ് കാമുകിയോട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ലേ ഈ ഘട്ടത്തിൽ ഈ ശബ്ദശകലങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാകൂ? അജിംഷാദ്, അത് മാത്രമല്ല, പൾസർ സുനി ഇക്കാര്യം പറയുമ്പോൾ തന്നെ ഇതെന്താണെന്ന് താൻ പറയുന്നില്ല. നല്ല ഒരു പണിക്കാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. അതായത് പൾസർ സുനി വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. പിടിക്കപ്പെടില്ല എന്ന ഉറപ്പോടു കൂടി തന്നെയാണ് പെൺസുഹൃത്തിനോട് സംസാരിക്കുന്നതെന്ന് നമ്മൾ പറയേണ്ടി വരും. അക്കാര്യം പെൺസുഹൃത്ത് പങ്കുവയ്ക്കുന്ന മറ്റൊരു സുഹൃത്ത് ഒരു പക്ഷേ സിനിമാ മേഖലയുമായി ബന്ധമുണ്ടാകാമെന്നാണ് നമുക്ക് വിശ്വസിക്കാവുന്നത്. കാരണം ഈ സുഹൃത്തിന് കുറെ കൂടി കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ ഈ പെൺസുഹൃത്തിനോട് സുഹൃത്ത് പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. ഞാനും മിണ്ടാതിരിക്കുകയാണ്. എനിക്കും അതായത് ആ മറ്റേ സുഹൃത്തിനും വേണമെങ്കിൽ കാര്യങ്ങൾ അന്വേഷിച്ചാൽ അറിയാൻ പറ്റുന്ന ഒരു സ്റ്റാച്ചറുള്ള ഒരു സുഹൃത്താണെന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ ഒരു ബന്ധം സിനിമാ മേഖലയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സുഹൃത്താണ് രണ്ടാമത്തെ സുഹൃത്ത് എന്ന് പറയുന്നത്. ഈ സുഹൃത്തിന് പൾസർ സുനിയെ അറിയുകയും ചെയ്യാം എന്നുള്ളതാണ് വളരെ നിർണായകം. അങ്ങനെയാണെങ്കിൽ പോലീസ് പൾസർ സുനിയുടെ അടുത്ത മൂവ്മെന്റിലേക്കൊക്കെ എത്തിപ്പെടാനും പൾസർ സുനിയെ പിടികൂടാനുമുള്ള ക്ലൂ ആയി ഇതിനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് കരുതാവുന്നതാണ്. അജിംഷാദ്, വളരെ നിർണായകമായ വിവരങ്ങൾ. പൾസർ സുനിയുടെ കാമുകി തൻ്റെ സുഹൃത്തിനോട് പറയുന്ന കാര്യങ്ങൾ വഴി പുറത്തെത്തുന്നത് പൾസർ സുനി ഈ കൃത്യം ചെയ്യുന്നതിന് മുമ്പ്, നടിയെ ആക്രമിക്കുന്നതിന് മുമ്പ് പൾസർ സുനി തൻ്റെ വിവരങ്ങൾ ഇതേ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തൻ്റെ പെൺസുഹൃത്തിനോട് കൈമാറിയിരുന്നു. ആ സുഹൃത്താണ് ഇപ്പോൾ അവരുടെ സുഹൃത്തിനോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ശബ്ദശകലങ്ങളാണ് പീപ്പിൾ TV ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി ആ ശബ്ദശകലങ്ങളിലേക്ക്. ഹലോ ചേച്ചി. ഹലോ ചേച്ചി, ടിവിയിലൊക്കെ ന്യൂസ് കണ്ടോ ചേച്ചി? ഞാനത് കണ്ടു. ഞാൻ അതിന്റെ പിന്നാലെ എന്താണ് ഏതാണെന്നുള്ള അന്വേഷിക്കാൻ പോയിട്ടില്ല. ന്യൂസ് ഒക്കെ ഭയങ്കര വേറെ രീതിയിലാണല്ലോ പറയുന്നത്. ആണ് സംഭവം. ഞാനും കണ്ടു. ഞാനും ഈ സാധനം ഇങ്ങനെ കണ്ടുള്ളൂ. എനിക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. കോണ്ടാക്ട് ഇല്ലാന്നുള്ള ഞാൻ മനഃപൂർവ്വം ചെയ്യാത്തതാണ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ നാശക്കേസാണ്, അല്ലാതെ സാധാ ഒരു ലെവലല്ല. മനസ്സിലായോ? നമ്മളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇതിൽ ജീവിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഇത് നമ്മൾ ഇതിന്റെ പിന്നാലെ നോക്കിക്കഴിഞ്ഞാൽ നാട്ടൊക്കെ. ഇന്നലെ എന്നെയും കൂടി വിളിച്ചു, ആലുവയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പറഞ്ഞിട്ടുമില്ല. എന്റെ അടുത്ത് ഒരു നല്ല കാര്യത്തിനാ പോണേ, എന്റെ അടുത്ത് ചോദിക്കരുത് എന്താന്നൊന്നും ചോദിക്കരുത്, അങ്ങനെയാ പറഞ്ഞ എന്റെ അടുത്ത് ലാസ്റ്റ്. ഞാൻ വിളിക്കില്ല അങ്ങനെ. കാരണം ഇതെന്തായാലും വിളിക്കരുത് കേട്ടോ. വിളിക്കാൻ ശ്രമിക്കുക, നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ശ്രമിക്കുക, ഒന്നും ചെയ്തേക്കരുത്. ഇതൊക്കെ അറിയില്ലാണ്ട് പുലിവാലകളിൽ ചെന്ന് ചാടരുത്. അല്ല, ഇപ്പൊ അതിനൊന്നും ശ്രമിക്കണ്ട. ശ്രമിച്ചാൽ എല്ലാവരും കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒന്നും വേണ്ട, സൈലന്റ് ആയിട്ടിരിക്കുക. ഞാനും എല്ലാ രീതിയിലും ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്നൊന്നും മുരിപ്പ് പോരാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ മുഖ്യമന്ത്രി വരെ ഇടപെട്ടിട്ടുള്ള കേസാണ്. അയ്യോ, ഇനിയിപ്പൊ എങ്ങനെ കോണ്ടാക്ട് ചെയ്യോ? അറിയില്ല. നീ അതിനെന്തായാലും ശ്രമിക്കണ്ട. ഇപ്പൊ തൽക്കാലം നീ അവിടെ അടങ്ങി നിൽക്കും. ഒന്നാമത് നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നമുണ്ടേ. ആവശ്യമില്ലാത്തതിലൊന്നും നിൽക്കണ്ട.
ഇനി നിനക്ക് അടുത്ത വല്ല സാധനം വീട്ടുകാർ തരാൻ നിൽക്കണ്ട. അപ്പൊ നിന്റെ കാര്യങ്ങൾ നോക്കി നീ എന്താ പറയാ, നിന്റെ ഇതുമായിട്ട് നിനക്ക് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല, നീ ഇതുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ വളരെ വളരെ എന്താ പറയാ ക്വയറ്റായിട്ട് അവിടെ നിൽക്കുക. മനസ്സിലായി? ഫുള്ളായിട്ട് വിട്ടു എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുക. കാരണം ഇത് പെട്ടെന്നൊന്നും ഊരി പോരാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നിനക്ക് സമയം എന്തായാലും വേണ്ടി വരും. ഞാൻ പോലും അതുകൊണ്ട് ഒരു വിധത്തിൽ കുഴപ്പം, അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയണത് ഒരു വിധത്തിൽ നീ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്, എന്ത് വന്നാലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പൊ അതുകൊണ്ട് എന്താണെന്നുള്ളത് ഇപ്പൊ തൽക്കാലം അത് എന്താ ഏതാണെന്നുള്ള ഒന്നും അന്വേഷിക്കാൻ ഒന്നും നിൽക്കണ്ട. ഈ കുഴപ്പമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക, അത്രയും ചെയ്യാം കേട്ടാ. തീർച്ചയായും നടിയെ ആക്രമിക്കുന്നതിന് മുമ്പ് പൾസർ സുനി തന്റെ കാമുകിയോട് ഈ വിവരങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നു എന്ന് ആ കാമുകിയുടെ സുഹൃത്തിനോട് പറയുന്നതിന്റെ ശബ്ദശകലങ്ങളാണ് നാം കേട്ടത്. വളരെ നിർണായകമായ വിവരങ്ങൾ, ഒരുപക്ഷെ പോലീസിനും അന്വേഷണത്തിനും ഒക്കെ സഹായകമാകാവുന്ന നിർണായകമായ വിവരങ്ങളാണ് ഇതിൽ ഉള്ളടങ്ങിയിരിക്കുന്നത്. പീപ്പിൾ TV ആ ശബ്ദശകലങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടത്.